ഇതിപ്പോ എങ്ങനെ ചാടും? ഇത് നേരെ ചാടണോ അതോ തലയും കുത്തി ചാടണോ? ഇതെന്തോടാ കോലം കുത്തിച്ചാരി വെച്ചേക്കുന്ന? ഇവനിക്ക് എന്തോത്തിന്റെ കുരു എന്റെ മേളിൽ കയറിയിരിക്കാൻ? ആരടാ സുഹൃത്തെ? എന്തോടാ കായലിന്റെ സൗന്ദര്യം കാണുവാന്ന്? താൻ പോണോ? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഞാൻ ചിലപ്പോ കായലിന്റെ സൗന്ദര്യം കാണും, ചിലപ്പം ചാടിച്ചാവും. തനിക്കെന്തോ വേണം? ഇവിടെ അങ്ങനെ ആരും വന്ന് നിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കാലേ കീറി താഴെ വീണ ആരുമില്ല എടുക്കാൻ. ഇവിടെ ഒരുത്തരും തിരിഞ്ഞു നോക്കത്തില്ല, വെള്ളം കുടിച്ച് തീരും. അതുകൊണ്ടാ എന്തേലും ഉണ്ടെങ്കിൽ പറഞ്ഞു ചേർക്കാം നമ്മക്ക്. നിനക്ക് എന്തിനാ? കുറച്ച് സമ്മാനെങ്കിലും താ, ഞാൻ എന്തേലും ചെയ്തോട്ട്. സുഹൃത്തെ, ഒരു 5 മിനിറ്റ് എന്റെ കൂടെ ഒന്ന് സംസാരിക്കും. മോനെ, എന്തുവാടാ പ്രശ്നം? നിന്റെ വിഷമം കാരണം എന്താ? മഴ വരെ പെയ്യുന്നു, സൂര്യൻ ഓടി. കാര്യമായിട്ട് ചോദിക്കാ, നീ പറ. ഇത് കേക്കണം. വീട്ടിൽ നിന്ന് ചൂരത്തല വെച്ച് ഞാനൊരു ഒറ്റ മോന. ഞാൻ വീട്ടിലോട്ട് വന്നപ്പോഴേ ചട്ടി വടിച്ചു വെച്ചേക്കുന്നു ഉമ്മായും മാപ്പായും കൂടെ. അവർക്കൊരു ബോധം വേണ്ട. പിന്നെ ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ഇപ്പൊ ചാവണ്ടേക്കാ ഞാന്. എന്താ പറ? ചാവണം, ചത്തില്ലെങ്കിൽ മോശമാ. ഉറപ്പായിട്ടും മോനെ നീ ചത്തിരിക്കണം. എടാ മോനെ, എന്തൊക്കെയാടാ നീ ചിന്തിച്ചു കൂട്ടുന്നത്? ഇങ്ങനൊന്നും പാടില്ല. നമ്മള് ഒരു മോനല്ലേ ഉള്ളു, നിങ്ങൾ ഉമ്മാക്കും മാപ്പാക്കും കൂടാ. നീ നഷ്ടപ്പെട്ട അവർക്ക് സഹിക്കൂടാ. നീ ചെയ്യരുത്, പാടില്ല ഇത്. നീ വാ, നിനക്ക് പറ്റിയൊരു സ്ഥലമുണ്ട്, സമാധാനം എല്ലാം ഉള്ള. ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, അത് പക്കാ മോട്ടിവേഷൻ ആയിരിക്കും ജീവിതത്തിൽ. നീ എന്നെ മറക്കത്തില്ല മോനെ. ഏതാ ഇവിടെ നിന്നാ മതി. ചേട്ടാ, ഈ റോഡ് കണ്ടല്ലേ? ആ വളവ് കണ്ട? അവിടുന്ന് ഭാരത് ബെൻസിന് 50 ലോറി ഇരച്ച് പറിച്ചുകൊണ്ട് വരും, ഇടിച്ച് ഇറച്ചിയാക്കി തരും. കല്ലുപോലെ അങ്ങ് നിന്നാ മതി. ഓക്കെ? ഇല്ല, ഞാൻ അങ്ങോട്ട് മാറട്ടെ. ഇപ്പൊ വരും, എല്ലാം റെഡിയാക്കി തരും. ചാവടാ നീയൊക്കെ. അവന്റെ ചൂരത്തലയാ വെച്ചത്. 2.5 കിലോ കൊമ്പം വിൽക്കാനുണ്ട് കാക്കാ.